ആഴങ്ങളിലേക്ക് മാൽപ്പെ ഇറങ്ങുന്നു. നമുക്ക് അറിയേണ്ടത് AK അഭിലാഷ്, ഈസ്റ്റർ മാൽപ്പയുടെ ഡൈവ് പൂർത്തിയായതിനു ശേഷം ആ ഭാഗത്ത് ഡ്രഡ്ജിംഗ് നടത്തുക എന്നതാണോ ഇപ്പോഴത്തെ തീരുമാനം? ഈസ്റ്റർ മാൽപ്പയെ ആദ്യഘട്ടത്തിൽ ഈ തീരത്തിൽ നിന്നും കോണ്ടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ ഭാഗത്തു കൂടെ തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പുഴയുടെ അടിത്തട്ടിലാണ്. നേരത്തെ കോണ്ടാക്ട് പോയിന്റ് 4 എത്തിയതിനു ശേഷം അദ്ദേഹം അവിടുന്ന് ഉയർന്നു വരികയും പിന്നീട് അദ്ദേഹം വീണ്ടും അവിടെ തന്നെ മുങ്ങി ഇപ്പോൾ തീരത്തേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു 15-20 മീറ്ററോളം ദൂരേക്ക്, അതായത് തീരത്തോട് അടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം 5 മിനിറ്റ് 57:09 ആയിരിക്കുന്നു. ഏതാണ്ട് 4 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഡൈവിങ്ങിന്. ഇപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ടോ അതൊക്കെയായിരിക്കും അദ്ദേഹം പരിശോധിക്കുന്നത് പ്രധാനമായും. ഇതിനുശേഷം ഇക്കാര്യങ്ങളൊക്കെ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റിനെ വിവരം അറിയിക്കും. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജിംഗ് യൂണിറ്റ് കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് തന്നെ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് താഴ്ഭാഗത്ത് അവിടെ മണ്ണ് മാന്തി മാറ്റുന്ന ഒരു പ്രവൃത്തി കൂടി നടക്കുന്നുണ്ട് സമാനമായ രീതിയിൽ തന്നെ. പക്ഷേ അവിടെയും നേരത്തെ ചില സിഗ്നലുകളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പോലും അവിടെ കാര്യമായ സിഗ്നൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നാവികസേന കണ്ടെത്തിയിരിക്കുന്ന ഇന്ദ്രപാലിലെ ഡ്രോൺ യൂണിറ്റ് കണ്ടെത്തിയിരിക്കുന്ന കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പരിശോധന നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരാനുള്ള, അതായത് താഴ്ഭാഗത്തുള്ള മണ്ണൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ആ ഭാഗത്തേക്കുള്ള മണ്ണൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അവിടെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു 20-25 മീറ്റർ താഴോട്ട് മാറിയിട്ടുള്ള ഒരു പരിശോധന, ഒരു തെരച്ചിൽ, മണ്ണ് മാറ്റിയുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ണ് മാന്തുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ട്രക്കിൻ്റെ ഭാഗങ്ങളൊക്കെ പലതവണ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം അവശിഷ്ടങ്ങൾ ആ ഭാഗത്തേക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ മണ്ണ് ഈ JCB ഉപയോഗിച്ച് വാരുന്ന മണ്ണ് അടുത്ത ഈ വെസലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 8:45 കൂടിയാണ് ഈ ഡ്രഡ്ജിംഗ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 6 മണിയോട് കൂടി തന്നെ ഈശ്വർ മാൽപ്പെ എത്തുകയും ചെയ്തത്. ഈശ്വർ മാൽപ്പെ ഇതാ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 16-നാണ് അർജുന്റെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. അതിനുശേഷം അർജുനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കീർണമായ കാര്യം. ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുന്റെ ട്രക്ക് ഈ പുഴയിലുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് സാങ്കേതിക പരിശോധനകളിൽ നിന്ന്, സിഗ്നലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അർജുൻ്റെ മകൻ അയാനടക്കം അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നതിനായി കാത്തിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബാംഗങ്ങളും ഇപ്പോൾ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. അർജുൻ്റെ സഹോദരി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. ഡ്രഡ്ജർ എത്തിക്കുക എന്നതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എന്തെങ്കിലും ഒരു സൂചന അർജുനെക്കുറിച്ച് കിട്ടണം, അതാണ് ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. കുടുംബത്തിന് വേണ്ടി വളയം പിടിച്ചു തുടങ്ങിയ അർജുൻ ഈ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. പോയിന്റ് 4-ൽ ഈ വാഹനമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ജൂലൈ 8-ന് തടിയെടുക്കാൻ പോയ അർജുൻ കോട്ടക്കലിൽ നിന്ന് മൈസൂരുവിലേക്കും അതുവഴി കുശാൽ നഗറിലേക്കും അവിടെ നിന്ന് ബൽഗാമിലേക്കും പോയി അക്കേഷ്യ ലോഡുമായി തിരിച്ചെത്തി പതിവ് വിശ്രമത്തിന് വേണ്ടി നിർത്തിയ വാഹനമാണ് അർജുൻ്റെ ലോറി. അത് ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഷിരൂരിൽ, ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിരൂരിലെ ഗംഗാവാലി പുഴയിലേക്ക് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഓളിയിട്ടിറങ്ങുകയാണ്. ഷിരൂർ കുന്നിൻ്റെ ഓരത്ത് വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കുകയായിരുന്ന അർജുനും ലോറിയും ഇവിടെയാണോ പതിച്ചത്? 3-ാം ഡൈവിൽ ഈശ്വർ മാൽപ്പെ അർജുൻ്റെ വാഹനത്തിനടുത്തേക്ക് എത്തുമോ എന്നതാണ് അറിയേണ്ടത്. ലക്ഷ്മൺ നായിക്കിൻ്റെ കടയും തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന മരങ്ങളും എല്ലാം ഇടിച്ചിട്ടുകൊണ്ട് വാഹനം പതിച്ചത് ഇപ്പോൾ മാൽപ്പെ മുങ്ങുന്ന ഇടത്തേക്കാണോ? വാഹനം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ജൂലൈ 16-ാം തീയതി അന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത്. റോഡരികിൽ ലോറി ഉണ്ടായിരുന്നു, അതിനുള്ളിൽ അർജുൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് അതുവഴി പോയ ആളുകൾ പറയുന്നത്. ലോറി ഡ്രൈവർ സവാദ് പറഞ്ഞത് അവരൊന്നിച്ച് ലോഡെടുത്ത് മടങ്ങിയതാണ്. അർജുൻ ആ വാഹനത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നത് പറയാൻ വേണ്ടി അവിടെ വണ്ടി നിർത്തി സവാദ് ശ്രമിച്ചു, പക്ഷേ അർജുൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് സവാദ് പറഞ്ഞത്. രാവിലെ 8:33-നാണ്, ജൂലൈ 16-ാം തീയതി രാവിലെ 8:33-നാണ് അപകടമുണ്ടായത്. ഇന്നിപ്പോൾ 2 മാസവും 5 ദിവസവും പിന്നിടുന്നു. 3-ാമത്തെ ഡൈവും കഴിഞ്ഞിരിക്കുന്നു. ഈശ്വർ മാൽപ്പെ കൂടുതൽ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ഗംഗാവാലി പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭൂമി കുലുക്കത്തിന് സമാനമായ ഒരു ശബ്ദം, ഒരു വലിയ പ്രകമ്പനം കേട്ടു എന്നാണ് 200 മീറ്റർ അപ്പുറത്ത് പഞ്ചർകടയിൽ നിന്നിരുന്ന അഭിലാഷ് പറഞ്ഞത്.
ഷിരൂർ കുന്നിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചു. നദിയിൽ മുഴുവൻ ആ മണ്ണിപ്പോഴും കിടക്കുകയാണ്. മറുഭാഗത്ത് ഒരു കര പോലെ രൂപപ്പെട്ടിരിക്കുന്നു. അർജുന്റെ വാഹനം കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റോഡും കടന്ന് നദിയിലേക്ക് ഈ മണ്ണ് മുഴുവൻ ഇടിഞ്ഞു വീണപ്പോൾ ആ മണ്ണ് പതിച്ചതിന്റെ ആഘാതത്തിൽ വെള്ളം മറുകരയിലേക്ക് വരെ എത്തിയിരുന്നു. ഒരു തെങ്ങിന്റെ പൊക്കത്തിൽ വെള്ളം അടിച്ചു കയറിയെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ആ ഭാഗത്തുണ്ടായിരുന്ന 10ഓളം വീടുകൾ, മാടങ്കേരി വരെയുള്ള പ്രദേശത്ത് 10ഓളം വീടുകളാണ് ഒലിച്ചുപോയത്. 250ഓളം മീറ്റർ വീതിയുള്ള ഗംഗാവാലി പുഴയുടെ വീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പുഴ മെലിഞ്ഞിരിക്കുന്നു. പുഴയിലെ അടിയൊഴുക്ക് 1 നോട്ടിന് താഴെയായിരിക്കുന്നു. ഈശ്വർ മാൽപ്പയെ അത് ഡൈവ് ചെയ്യുന്നത് കോണ്ടാക്ട് 4 ആയി സാങ്കേതിക പരിശോധനയിൽ അടയാളപ്പെടുത്തിയ ഇടത്താണ്. അർജുന്റെ വാഹനം അവിടെ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പുഴയുടെ മറുകരയിലുള്ള മാടങ്കേരി ഗ്രാമം വരെ വെള്ളം അടിച്ചു കയറിയതാണ്. ആ മറുകരയോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ ഇപ്പോഴും മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അത്രത്തോളം കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് അവിടെ പതിച്ചിട്ടുണ്ട്. അവിടെയാണ് മാൽപ്പെ ഇപ്പോൾ മുങ്ങുന്നത്. 4ാമത്തെ ഡൈവിലേക്ക് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ കടക്കുകയാണ്. പുഴയിലേക്ക് വീണതിൽ ഒരു പാചകവാതക ടാങ്കർ ലോറിയാണ്. ആ ലോറിയുടെ ഭാഗങ്ങളും ഈ നദിക്കടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അർജുൻ്റെ ട്രക്കും. അർജുൻ, ലോകേഷ്, ജഗന്നാഥൻ ഈ 3 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. മറ്റുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയിരുന്നു. ജൂലൈ 16-ാം തീയതി പുലർച്ചെ അവസാനമായി വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ച് അതിനുശേഷം ഉറങ്ങാൻ കിടന്ന അർജുനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അർജുനെ തേടി കുടുംബം നടത്തിയ തെരച്ചിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചിൽ അർജുൻ പെട്ടു എന്നുള്ള വിവരം പുറം ലോകം അറിയിക്കുന്നത്. ലോറി ഉടമയായ മനാഫും സഹോദരൻ മുബീനുമൊക്കെ ഈ തെരച്ചിലിനൊപ്പം തന്നെ നിൽക്കുന്നതാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതാ ഈശ്വർ മാൽപ്പെ 5ാമത്തെ ഡൈവ് നടത്തുകയാണ്. അർജുൻ്റെ വാഹനത്തിനടുത്തേക്ക് എത്താൻ തുടർച്ചയായുള്ള ഡൈവുകളിലൂടെ ഈശ്വർ മാൽപ്പയ്ക്ക് കഴിയുമോ എന്നതാണ് അറിയേണ്ടത്. ഷിരൂരിൽ കഴിഞ്ഞ തെരച്ചിലുകൾ മേഖലകളിലെല്ലാം നമുക്ക് നിരാശയാണ് ഉണ്ടായതെങ്കിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതിന് അനുകൂല ഘടകങ്ങൾ ധാരാളമുണ്ട് അവിടെ എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഈശ്വർ മാൽപ്പെ ഇതാ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിലേക്ക് 5ാമത്തെ ഡൈവും നടത്തുന്നു. അടിയൊഴുക്ക് വളരെ കുറവാണ്. 1 നോട്ടിന് താഴെയാണ്. ഈശ്വർ മാൽപ്പയ്ക്ക് അനായാസമായി ഡൈവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുഴയിലുള്ളത്. കോണ്ടാക്ട് 4 മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ കാത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി. അഭിലാഷ്, ഈശ്വർ മാൽപ്പയെ ഡൈവ് ചെയ്യുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് പുഴയിലെ അടിയൊഴുക്ക് സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഗംഗാവാലി പുഴയിൽ മാൽപ്പയെ മുങ്ങി വരുമ്പോൾ കിട്ടുന്ന വിവരം എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ എല്ലാവരും? തീർച്ചയായിട്ടും ഇപ്പോൾ മാൽപ്പെ 5ാമത്തെ ഡൈവിംഗ് ആണ്. അതായത് തുടർച്ചയായി ഉള്ള ഡൈവിംഗ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 8:56 തുടങ്ങിയിരിക്കുന്ന ഡൈവിംഗ് ആണ്. പല തവണയായി അദ്ദേഹം 5ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ തവണയും 4-5 മിനിറ്റും അദ്ദേഹം മുങ്ങിയുള്ള തെരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 4 നിന്ന് ഏതാണ്ട് ഒരു 20-25 മീറ്ററോളം മുകൾ ഭാഗത്താണ് മാൽപ്പെ തെരച്ചിൽ നടത്തുന്നത്. ആ ഭാഗം കേന്ദ്രീകരിച്ച് ഒരു പക്ഷേ അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, കാരണം ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹം തെരഞ്ഞിരുന്ന ഒരു മേഖല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ ഒന്നുകൂടി പരിശോധന നടത്തി അദ്ദേഹം ഒരു പൊസിഷനിങ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ 5ാമത്തെ ഡൈവിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു. അദ്ദേഹം മുകൾ ഭാഗത്തേക്ക് പോകുന്നു. അദ്ദേഹം ഈ പോയിന്റ് കോണ്ടാക്ട് പോയിന്റ് 4 നോക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ട് അവിടെ ഒരു തെരച്ചിൽ നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും അവിടെ കലക്ക് രൂപപ്പെടുന്നത് ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രഡ്ജിങ് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒരു പക്ഷേ ഈശ്വർ മാൽപ്പെ അവിടെ മുങ്ങിയതിന് ശേഷം അവിടെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈശ്വർ മാൽപ്പയിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലിനനുസരിച്ച് അദ്ദേഹം ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരു പക്ഷേ ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നാണ്. ഏതാണ്ട് 20-25 മീറ്റർ മുകൾ ഭാഗത്ത്, അതായത് കോണ്ടാക്ട് പോയിന്റ് 4 നിന്ന് ഉയർന്ന ഭാഗത്തേക്കാണ് അദ്ദേഹം തെരച്ചിൽ നടത്തുന്നത്. ഇത് തന്നെയാണ് ഒരു പക്ഷേ ഈ കുന്നിടിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ ആ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്ന ഏറ്റവും മുകൾ ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹം തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ആ ഭാഗത്ത് മുഴുവൻ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്ക ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ച് ഉള്ള തെരച്ചിൽ അവിടെ നിന്ന് താഴോട്ട് വന്നുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും. കാരണം ഈ ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം, അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കാരിയർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം, അത് മുതൽ മുകളിലോട്ടുള്ള തെരച്ചിലാണ് ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം നടത്തുന്നത്. ഏതാണ്ട് ഇപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 4 നിന്ന് ഏതാണ്ട് ഒരു 40 മീറ്ററിലേറെ ദൂരത്തേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്, മുകൾ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ മരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
മറ്റെന്തെങ്കിലും വസ്തുക്കളോ ട്രക്ക് ഉയർന്നു കിടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. നേരെ സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അനുകൂലമായ ഘടകമാണ് കാലാവസ്ഥയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. അതുകൊണ്ട് തന്നെ പുഴയിലെ നീരൊഴുക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. അടിയൊഴുക്ക് നോട്ട് 1-ൽ താഴെ മാത്രമാണ് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ മുങ്ങി പരിശോധിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതോടൊപ്പം തന്നെ തെളിനീരാണ്, അടിഭാഗം വരെ കാണാവുന്ന തരത്തിൽ സ്വിമ്മിംഗ് പൂൾ പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴ ഒഴുകുന്നത്. ഒന്നും അറിയാത്തതുപോലെ തന്നെ ശാന്തമായി ഒഴുകുന്നു. കാരണം ഇത്രയും വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നതെന്ന് പോലും ഗംഗാവലി പുഴ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ്. ഏതായാലും അവിടെ ആ പുഴയിലേക്കാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഇറങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിലേക്കാവുന്നു അദ്ദേഹം അവിടെ ഈ പുഴയുടെ അടിഭാഗത്തുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട്. ഓരോ ഘട്ടത്തിലും അദ്ദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഈ കേരളത്തിൽ നിന്ന് കോഴിക്കോട്ടുകാരായ അർജുനെ കൂടാതെ മറ്റ് 2 പേരെ കൂടി ഈ പുഴയിൽ കാണാതായിട്ടുണ്ട്. ലോകേഷും അതോടൊപ്പം തന്നെ ജഗന്നാഥനും ഇവരെ കൂടി കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്കും കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ദൗത്യം പാതി വഴിയിൽ നിർത്തിയതുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സർക്കാരിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉയർന്നതിനെ തുടർന്നാണ് ഈ ഡ്രഡ്ജിങ് യൂണിറ്റ് ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കങ്ങളൊക്കെ ആരംഭിച്ചത്. ഏതാണ്ട് 96 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവ് വരുമെങ്കിൽ പോലും ഇക്കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സംസ്ഥാന